ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. 2 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് നടന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഈ ഒരു സമയത്ത് നടക്കാനൊക്കെ പോയിട്ട്, കാരണം റൂമൊക്കെ മാറുന്ന തിരക്കും അതുപോലെ തന്നെ ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടക്കാതിരിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇതുപോലെ വില്ല കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ നല്ല തണുപ്പ് വന്ന് പിന്നെ അതിന് ശേഷം പിന്നെ തണുപ്പൊക്കെ പോയ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ തേഴ്സ്ഡേ മുതൽ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ സ്കൂളിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുറേ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് റഷാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാർക്കിലാണ് കേട്ടോ നടന്നത് ബാക്കി ടൈം. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പൂച്ചകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് 2 ആളുണ്ടായിരുന്നു. അങ്ങനെ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാരണം ഒക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് പണി അതാണ്. അങ്ങനെ നടന്ന് റൂമിലൊക്കെ എത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെടികളൊക്കെ ഒന്ന് മാറ്റി പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഡ്രൈ ആയിരിക്കുന്നു. അപ്പോൾ മണ്ണ് ഞാൻ കുറച്ച് നനച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പുതിയ റൂമിലോട്ട് മാറുന്ന സമയത്ത് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഷോപ്പിൽ പോകുന്ന സമയത്ത് കുട്ടികൾ തന്നെ വാങ്ങിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ വേറൊരു ചട്ടിലോട്ട് ഇത് മാറ്റി നടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഇന്നാവുമ്പോൾ ഇവിടെ കുട്ടികളുമില്ല. അപ്പോൾ ഞാൻ തനിച്ചാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ചെടി മാത്രമാണ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി 3 കൂടി ഉണ്ട്. അപ്പോൾ അത് മണ്ണൊക്കെ നിറച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മോള് വരുമ്പോഴത്തേനും ഇതുപോലെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാറും ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസും പരിപ്പും കൂടിയിട്ട് ഒരുമിച്ച് വേവിക്കുകയാണ്. ഈ ഒരു ടൈപ്പ് പരിപ്പാകുമ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഒരു 11 മണിയാകുന്ന സമയത്ത് മോള് വന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഗ്രില്ല് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രൗണ് അതുപോലെ ചിക്കന് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ 2 ഇതിനും കൂടിയിട്ട് ഞാൻ ഒരൊറ്റ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫാറ്റും ഞാൻ അതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. അത് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എല്ലാതും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, തൈര് മാത്രം മതി നമുക്കിത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കനിലും അതുപോലെ തന്നെ പ്രൗണിലും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ പ്രൗണൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചിക്കനിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ സെയിം മസാല തന്നെ വലിയ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സുർക്കയുടെ പകരം 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് 5-6 മണിക്കൂർ ഒന്ന് മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും മോനൊക്കെ വന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടോ. കാലത്ത് നേരത്തെ പോകുന്നതല്ലേ. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. ആദ്യം തന്നെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസിൻ്റെ മുകളിലായിട്ടും കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എയർ ഫ്രയറിൽ നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എയർ ഫ്രയറിൽ നമ്മൾ ഇതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എണ്ണ ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കാരണം ചിക്കനിൽ നിന്ന് തന്നെ ഫാറ്റ് ഇറങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ താഴെ ചിക്കൻ്റെ ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ആ ഫാറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ ചിക്കൻ്റെ പീസൊന്നും ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വെന്ത് കിട്ടാൻ ടൈം എടുക്കും. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മയോണൈസാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രില്ലിൻ്റെ കൂടെ ഒക്കെ ഡിപ്പായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു സലാഡ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയിലയും അതുപോലെ അരിഞ്ഞെടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ചെമ്മീന് ഞാൻ ഇതുപോലെ തവ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. തവ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം 1.5 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമുക്കിതുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഡിന്നറിനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, കുബൂസ് ഇതിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പഠിക്കുകയും ചെയ്തു. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ നാളേക്ക് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ദോശയുടെ മാവ് അരച്ചെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അരച്ചേക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്